ആ മോനെ ഈ ഒടിച്ച് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്താ കാര്യം പറയാൻ? വേറൊന്നല്ല, കുഞ്ഞോളൊരു 20,000 ചോദിച്ചിരുന്നു. അവർക്ക് എന്താ അത്യാവശ്യം ഉണ്ട്. അപ്പൊ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കൊടുക്ക്, അല്ല എന്തെങ്കിലും വയ്യാക്കിട്ട് നോക്ക് കൊടുക്കും പൈസ. കൈമേല് പൈസ ഒന്നുമില്ല. തൽക്കാലം തരാനേ ഇവിടെ ആരെ കയ്യിലും പൈസ ഒന്നുമില്ല. നീ എന്ത് വർത്താനെ പറയുന്നത്? ഞാൻ എന്നോടല്ലല്ലോ ചോദിച്ചത്, എന്റെ മോനോടല്ലേ ചോദിച്ചത്. അതിന് അനക്ക് 10 തന്നോ? വേറെ ഒന്നും ഉണ്ടായിട്ടല്ല അമ്മ. മൂപ്പരാണ് എല്ലാ പൈസ ഇവിടെ ചെലവാക്കുന്നത്. പോരാത്തതിനാണെങ്കിൽ ഓൾ ഓരോന്ന് ചോദിക്കുമ്പോ അതിന് ഇങ്ങനെ കൊടുക്കും ചെയ്യുന്നത്. ഓളാണെങ്കിൽ ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് കളിപ്പിക്കല്ലാണ്ട് ഓള് കൊടുത്ത പൈസ ഒന്നും തിരിച്ചു തരുന്നില്ല. പിന്നെ നമ്മളെന്താ ആവശ്യത്തിന് വേണ്ടി കാനോട് ചോദിക്കുമ്പോൾ ആൾക്ക് പിന്നെ തരാ കയ്യിൽ ഒന്നില്ല, ആരോടും വാങ്ങിക്കോ ഈ അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ എന്തറിയാനാണ്? ഇനി ഇങ്ങനെ കൊടുക്കന്നാണ് പൈസ കിട്ടാണ്ട്. നമ്മ മക്കളൊക്കെ ഉള്ളതല്ലേ, ഓർക്ക് ഒരാവശ്യത്തിന് ഒരു 5 പൈസ കൈമേൽ എടുക്കാണ്ടാവില്ല എന്ന് വിചാരിച്ചാല് അതുകൊണ്ട് പറഞ്ഞതാണ്. അന്റെ വർത്താനം കേട്ടാ വിചാരിക്കാം അന്റെ ഓനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അതെന്ത് വർത്താനം മകള് വേണത്? ഞാൻ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പാരപ്പാരാണുള്ളത്. ഇനിയിപ്പോ എന്താ അവിടെ ചെയ്തത്? മൂപ്പരല്ലാണ്ട് വേറെ ആരാ അവിടെ ചെലവാക്കുന്നത്? ഉമ്മ നിങ്ങൾ എന്ത് വർത്താനം അമ്മ പറയുന്നത്? ഇവിടെ വേറെ ആരെയും കൊണ്ടി തരാണ്ടോ? കാരണം വെച്ചിട്ടല്ലേ ഇവിടുത്തെ കുടുംബകാര്യങ്ങളൊക്കെ നോക്കുന്നത്, ചെലവും കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. പിന്നെന്തിനും ഇങ്ങനെ പറയുന്നത്? കണ്ടാ എന്റെ പെണ്ണുങ്ങൾ പറയുന്നത്? എല്ലാത്തിനും നിങ്ങൾ കണക്കെ ചൊത്തിരിക്കാണല്ലേ? ഇനിയിപ്പോ എന്താ അവിടെ ചെയ്തത്? ഇങ്ങനെ എടുത്ത് പറയാനേ. എപ്പോഴും കുഞ്ഞോള് വന്നാലും എന്താ ഓളും എന്താ ചില്ലറ തരും. അത് ഞാൻ ഇവിടെയൊക്കെ തന്നെ നടത്തുന്നത്. ഇവിടുത്തെ ചെലവും കാര്യങ്ങളൊക്കെ ഇന്റെ പെൻഷൻ പൈസ ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇന്റെ കാര്യങ്ങൾ ഇന്റെ മരുന്നൊക്കെ നോക്കുന്നത് ഇന്റെ പെൻഷൻ പൈസ ഇട്ടിട്ടാണ്. മതി, ഇനി ചോദിക്കുന്നില്ല. പൈസ വേണ്ട, ഒന്നും വേണ്ട. ഓളല്ലേ ഓളെന്താ ചെയ്തോട്ടെ. ഇനി ചിലപ്പോൾ ചാവടിച്ചോളൂ.